കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, ടെക് മലയാളത്തിലൂടെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. കിംബോ ആപ്ലിക്കേഷൻ. അത് യഥാർത്ഥത്തിലൊരു മെസ്സഞ്ചർ അല്ലെങ്കിൽ മെസ്സേജിങ് ആപ്ലിക്കേഷനായിട്ട് വാട്സപ്പിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളും പ്രൈവസി, ഡാറ്റ ചോർത്തൽ വിവാദങ്ങളായിട്ട് കിംബോ നീക്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. പതഞ്ജലി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബാബ രാംദേവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ പ്രോഡക്ട്സ് വരാറുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം സ്വദേശി സിം കാർഡിലൂടെ ഒരു പുതിയ ചുവടുവെപ്പാണ് ടെലികോം രംഗത്തേക്ക് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ട് പിറകെയാണ് വാട്സപ്പിന് വെല്ലുവിളിയായിട്ട് കിംബോ ആപ്ലിക്കേഷൻ വന്നത്. വാട്സപ്പിലെ പോലെ തന്നെ വീഡിയോ കോൾസ്, വോയിസ് കോൾസ്, പേഴ്സണൽ ചാറ്റ്സ്, ഗ്രൂപ്പ് ചാറ്റ്സ്, മാത്രമല്ല സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഫോളോ ചെയ്യാനുള്ള ഒരു സംവിധാനം, ഓഡിയോ മെസ്സേജസ്, ഇമേജസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കിംബോയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ കിംബോ ഒരു പുതിയ വിപ്ലവമായിരിക്കും, ഇന്ത്യക്കാരെല്ലാവരും സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് പതഞ്ജലി തന്നെ മുന്നിട്ടിട്ടാണ് കിംബോ കൊണ്ടുവന്നത്. പക്ഷേ 5000 ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കിംബോ ആപ്പ് അപ്രത്യക്ഷമാവാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ ടെക് വിദഗ്ധരും അതുപോലെ തന്നെ ഹാക്കേഴ്സും പ്രവർത്തിച്ചിട്ട് ലാസ്റ്റ് കിംബോൻ്റെ കംപ്ലീറ്റ് സംഭവം, സോഴ്സ് കോഡ്, സെർവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിവീൽ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ പോവാണ്. അനോണിമസ് ഹാക്കറായിട്ടുള്ള ഏലിയറ്റ്, ഇവരാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ, ദോഷഫലങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത്. ഇതിൽ വളരെ ഫ്രീ ആയിട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റോ വേറെ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ രാജ്യത്ത് ഉടനീളം കിംബോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഡാറ്റാസ് എടുക്കുകയും എന്നിട്ട് അത് മറ്റ് കമ്പനീസിനോ അല്ലെങ്കിൽ പാർട്ടികൾക്കോ വിറ്റ്, ഇപ്പം ഫേസ്ബുക്ക് കേംബ്രിഡ്ജ് അനാലിറ്റിക്ക വിവാദം പോലെ അറിയാത്ത രീതിയിൽ ഡാറ്റാസ് വിൽക്കാം എന്നുള്ളതായിരുന്നു കിംബോയുടെ പിറകിലുള്ള ലക്ഷ്യമെന്ന് ഹാക്കേഴ്സൊക്കെ പറയുന്നു. അപ്പോൾ ഇനീഷ്യലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. മാത്രമല്ല ഹാക്കേഴ്സ് ഹാക്ക് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ കിംബോ ആപ്ലിക്കേഷൻ ഇത്ര സെക്യൂർ ആണ് അല്ലെങ്കിൽ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഭാഗത്ത് അല്ലെങ്കിൽ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ കൊടുത്തിരുന്നു. പക്ഷേ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരുടെ മെസ്സേജസ് വരെ ഹാക്കേഴ്സ് പുറത്തു കൊണ്ടിട്ടു. ഇതിൻ്റെ സെർവറിൻ്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന സെർവർ വരെ റിവീൽ ചെയ്യാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇത്തരം ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രൈവസി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി നമ്മുടെ അടുത്ത് പറഞ്ഞു തരാണ്. ഇത് ബോലോ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ തനി പകർപ്പാണ്. ബോലോയിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അത് അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കിംബോയിലും കൂടി പകർത്തുകയാണ് ഉണ്ടായത്. സോഴ്സ് കോഡിൻ്റെ ഭാഗത്ത് നിന്ന് ബോലോ മെസ്സഞ്ചർ എന്നുള്ള ആ ഒരു ഭാഗം റിമൂവ് ചെയ്യാൻ പലയിടത്തും ഇതിൻ്റെ ഡെവലപ്പേഴ്സ് മറന്നു പോയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹാക്കേഴ്സിന് ഇതിങ്ങനെ ഒരു ഇമിറ്റേഷൻ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കോപ്പി അടിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ എനിവേസ് ആദ്യം ഈ സിം കാർഡ് കൊണ്ടുവന്നു. അതിൽ 144 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ രാജ്യത്തുടനീളം ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് ലിമിറ്റ് ഇല്ലാതെ അൺലിമിറ്റഡ് ആയിട്ട് വോയിസ് കോൾസ് ചെയ്യാം. അതുപോലെ ഡാറ്റ സൗകര്യങ്ങളൊക്കെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പതഞ്ജലി ഓഫീസിലുള്ളവർക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് മാത്രമാണ് കൊടുത്തത്. പതഞ്ജലി പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ സിം കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. താമസിയാതെ സിം കാർഡ് നമ്മുടെ ഇടയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഇടയ്ക്കാണ് കിംബോ വന്നത്. എനിവേസ് ഇത്തരം ആപ്ലിക്കേഷൻസ് ഒക്കെ പുതിയതായിട്ട് വരുമ്പോൾ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ ആപ്പ് വന്നു യൂസ്ഫുൾ ആണെന്നൊക്കെ പറയുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് മുൻപ് ഇത് അത്ര ഇപ്പം ഗവൺമെൻറ് ഒരു സംഭവം അനൗൺസ് ചെയ്യാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് പോലെയല്ല ഇങ്ങനെ അനോണിമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കൂൺ പോലെ പൊന്തി വരുന്ന ആപ്ലിക്കേഷൻസ്. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് റിവ്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ബിക്കോസ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ പ്രൈവസി ഇഷ്യൂസ്, പേഴ്സണൽ ഡാറ്റ ചോർത്തിയെടുക്കൽ ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേസ് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ്, ഇപ്പോൾ കിംബോ ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. ഇതൊരു വാർണിംഗ് ഇൻഫർമേഷനായി മാറട്ടെ. എല്ലാവരും ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ന്യൂസുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ടെക് വിശേഷമായിട്ട് കാണാം. അതുവരെ ബൈ.